പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുവാൻ പോകുന്നത് ഒരു സാധാരണ തൊടുകുറിയല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ തുറന്നുകാട്ടുന്ന ഒരു ദൈവീക സന്ദേശമാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ മാറാതെ നിൽക്കുന്നത്? എപ്പോഴാണ് നല്ല കാലം തുടങ്ങുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ സംശയങ്ങളും നിങ്ങൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ആ ആഗ്രഹങ്ങൾക്കും ഇന്ന് ഈ വീഡിയോ ഒരു പരിഹാരമാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 2 പക്ഷികളെയാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് കാക്ക, രണ്ടാമത്തേത് തത്ത. ഈ 2 പക്ഷികളിൽ നിങ്ങളുടെ മനസ്സിനെ സ്വാഭാവികമായി ആകർഷിക്കുന്ന ഒരു പക്ഷിയെ മാത്രം തിരഞ്ഞെടുക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിലുറപ്പിക്കുക. ശേഷം ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ വിധിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചിത്രമായിട്ടുള്ള കാക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് വളരെയധികം സങ്കടകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുന്നതാണ്. അതിനാൽ തന്നെ വളരെയധികം വിഷമം നിറഞ്ഞിരിക്കുന്നതായ ഒരു മനസ്സാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നതായ ഒരു ഫലം തന്നെയാകുന്നു. എന്നാൽ നാളെ മുതൽ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അതായത് ധാരാളം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ദേവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നുചേരുവാൻ പോകുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയാകുന്നതാണ്. വന്നുചേരാൻ പോകുന്ന നല്ല ഫലങ്ങൾ ഇരട്ടിയാകുന്നതാണ്. കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും ഇത് സഹായകരമാകും എന്നുള്ള കാര്യവും എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വ്യക്തികളും പല വിധത്തിലുള്ള ദോഷങ്ങളും ഇതിനോടകം സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ ഇനി വരും നാളുകളിൽ അതെല്ലാം മാറിക്കൊണ്ട് നല്ല കാലമാണ് വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ധനപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതുമാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ പലവിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തെ തരണം ചെയ്ത് മുന്നോട്ടു പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനും ജീവിതത്തിൽ കാര്യവിജയം പോലും നേടിയെടുക്കുവാൻ കഴിയുന്നതുമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധിഘട്ടത്തിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരം പ്രതിസന്ധിഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുമ്പോൾ ധൈര്യം ധാരാളം ലഭിക്കുന്നതുമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. ഇനി വരും നാളുകളിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുമാണ്. അതായത് ഇത്തരത്തിൽ ധൈര്യം സംഭരിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാകുന്നു. കൂടാതെ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്. മറ്റൊരു കാര്യം, അത്തരത്തിൽ കഴിവുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ്. അത് കമന്റുകളായി രേഖപ്പെടുത്തുവാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള കാക്കയെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ധാരാളം സങ്കടകരമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത്.
ആയതിനാൽ തന്നെ നിങ്ങൾക്ക് അതിൽ വളരെയധികം വിഷമം ഇപ്പോഴും ഉണ്ട് എന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നതായ ഫലങ്ങൾ തന്നെയാകുന്നു. എന്നാൽ തീർച്ചയായും ഇനി വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്രകാരത്തിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സങ്കടകരമായ അവസ്ഥയെല്ലാം മാറിമറിയുന്നതാണ്. അതായത് ധനപരമായിട്ടാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരുക. തീർച്ചയായും നിങ്ങളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ധനസഹായം പോലും നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതായത് അതിനുള്ള സാധ്യത കൂടുതൽ എന്ന് പറയപ്പെടുന്നത് കുടുംബത്തിനു വേണ്ടി പായുന്ന ഓട്ടത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിനു വേണ്ടി അലയുന്ന ഈ അലച്ചിലിൽ സ്വയം ജീവിക്കാൻ മറന്നവരാണ് നിങ്ങൾ എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഇനി വരും നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഇനി വരും നാളുകളിൽ നിങ്ങളുടെ നല്ല കാലമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായ പലവിധ വിഷമങ്ങളിൽ നിന്നും ഒഴിവാകുവാൻ അല്ലെങ്കിൽ അത്തരം വിഷമങ്ങളെല്ലാം മറക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങളാണ് ഇനി വന്നു ചേരുക. കൂടാതെ പുതിയ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കടന്നുവരവ് മൂലം പഴയ പല കാര്യങ്ങളും മറക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകളെ ഇല്ലാതാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്നു വരാം. അതിനാൽ തന്നെ നിങ്ങളുടെ മൈൻഡ് വളരെ ഫ്രീയായി മാറുകയും ചെയ്യും. നെഗറ്റീവായ പല ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോകും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തീർച്ചയായും ഇനി വരും നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല നിമിഷങ്ങൾക്കും സാക്ഷിയാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ സമാധാനം ജീവിതത്തിൽ എന്താണെന്നറിയുന്ന ചില നാളുകളാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത്. മുമ്പുള്ള പല നിമിഷങ്ങളിലും നിങ്ങൾക്ക് സമാധാനം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ തീർച്ചയായും ഇനി വരും നാളുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ നന്മയ്ക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിലെ പല സങ്കടകരമായ അവസ്ഥകളെയും മറന്നുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുവാൻ പോകുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതും അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്നുവരും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ഒരു പടിമുകളിലുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ധനപരമായിട്ടാണെങ്കിൽ കൂടിയും അങ്ങനെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ നേട്ടങ്ങൾ ധാരാളം നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക, ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുക മുതലായ കാര്യങ്ങളാകുന്നു. അങ്ങനെ ചെയ്തു മുന്നോട്ടു പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനും ജീവിത വിജയം പോലും നേടിയെടുക്കുവാൻ കഴിയുന്നതുമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള തത്തയെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയുവാനുള്ളത്.